പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങളുടെ തീരത്തുകൂടിയുള്ള തീർത്ഥയാത്ര എന്ന ഈ പുതിയ പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് 2-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. 2-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയതാണെന്ന് നാം പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് അപ്പോസ്തലന്റെ ഒരു ശക്തമായ പ്രസംഗം നമുക്ക് 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 4:25 പത്രോസ് അപ്പോസ്തലൻ 2-ാം സങ്കീർത്തനത്തിലെ വാക്യം കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇവിടെ അത് പരിശുദ്ധാത്മാവിൽ ദാവീദ് പാടി എന്നാണ് അവിടെ അത് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഈ സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത് എന്നുള്ള ചോദ്യത്തോടുകൂടെയാണ്. കലഹം ലോകത്തിൽ സർവ്വസാധാരണമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇക്കാലങ്ങളിൽ ജാതികൾ തമ്മിലുള്ള കലഹങ്ങൾ മാത്രമല്ല, മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, കുടുംബങ്ങളിൽ തന്നെ അന്യോന്യമുള്ള കലഹങ്ങൾ ഇന്ന് ധാരാളം സർവ്വസാധാരണമായി നാം കേൾക്കുന്നതാണ്. കലഹങ്ങളുടെ മധ്യേ, പ്രതിസന്ധികളുടെ മധ്യേയാണ് ഇന്ന് നാം ഓരോരുത്തരും ആയിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ദാവീദ് ഒരു ചോദ്യത്തോടുകൂടെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: ജാതികൾ കലഹിക്കുന്നത് എന്ത്? വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്ത്? വ്യർത്ഥമായ നിരൂപണങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വ്യർത്ഥമായ നിരൂപണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയിക്കാത്ത ആലോചനകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. സക്സസ്ലെസ് എന്നുള്ള ഒരു പദമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. വിജയം കാണാത്ത ചില ചിന്തകളുമായി, നിരൂപണങ്ങളുമായി, ആലോചനകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. അത് എന്താണ് ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കിയാൽ, അതിൻ്റെ താഴത്തെ 2-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ വ്യർത്ഥമായ നിരൂപണങ്ങൾ, എന്തുകൊണ്ട് വ്യർത്ഥമായി പോകുന്നു നമ്മുടെ നിരൂപണങ്ങൾ? ദൈവത്തിന് വിരോധമായിട്ടുള്ള നിരൂപണങ്ങൾ വ്യർത്ഥമായി തീരുന്നു, അതിനെ വ്യർത്ഥമാക്കി തീർക്കുന്നു. ദൈവത്തിന് വിരോധമായ ചിന്തകൾ മാത്രമല്ല, ദൈവത്തിൻ്റെ അഭിഷക്തിന് വിരോധമായ ചിന്തകളും ആലോചനകളെയും വ്യർത്ഥമാക്കി തീർക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ പറയുന്നത്. ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാവീദ് ജീവിതത്തിൽ താൻ രാജ്യഭാരമേൽക്കുന്നതിന് മുമ്പും അതിനുശേഷവും അനേക വൈതരണികളിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവൻ. ഒത്തിരി ആൾക്കാർ തൻ്റെ സിംഹാസനത്തിന് ചുറ്റും തൻ്റെ കണ്ണുകൊണ്ട് കാണാവുന്ന ആൾക്കാരും തനിക്ക് മറഞ്ഞിരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള അനവധിയായിട്ടുള്ള ആൾക്കാർ അവന് വിരോധമായിട്ട് ആലോചന കൂടി എന്നുള്ളതാണ് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ, തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വ്യർത്ഥമായ നിരൂപണങ്ങളാൽ രാജാവായിരിക്കുന്ന ദാവീദിനെ താഴെ ഇറക്കുവാനും രാജ്യത്തിൽ നിന്ന് പുറത്താക്കുവാനും ശ്രമിച്ചുകൊണ്ട് വ്യർത്ഥമായ നിരൂപണങ്ങൾ നടത്തിയ ഒരുപറ്റം ആൾക്കാരെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. അത് 3-ാം സങ്കീർത്തനം, ഇനി അടുത്ത ദിവസങ്ങളിൽ നാം പഠിക്കുവാൻ പോകുന്ന സങ്കീർത്തനങ്ങളിൽ കൂടെ നമുക്ക് അതിൻ്റെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ് വായിക്കുന്നത്. ദാവീദ് അനവധിയായിട്ടുള്ള പ്രതിസന്ധികളെ നേരിട്ടുന്ന ഒരു കാലഘട്ടം. എന്നാൽ ദാവീദ് പറയുന്നു, ഇങ്ങനെയുള്ള പ്രതിസന്ധികളും തനിക്ക് വിരോധമായി നടക്കുന്ന ആലോചനകളെയും ഒക്കെ വ്യർത്ഥമാക്കി അതിനെയൊക്കെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ദൈവം അവന് വേണ്ടി ഇടപെടുന്നു എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് അവരെ നോക്കി ചിരിക്കുന്നു എന്നുള്ള ഒരു വാക്യം നമ്മുടെ വായിക്കുന്നുണ്ട്. ദൈവം സകല പ്രശ്നങ്ങൾക്കും മീതെയുള്ള ദൈവമാണ്. ലോകത്തിന്റെ സകല ആലോചനകൾക്കും മീതെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അവൻ സ്വർഗത്തിൽ വസിച്ചുകൊണ്ട് സകലത്തെയും കാണുന്നു എന്നുള്ളതാണ് ദാവീദ് പറയുന്നത്. അപ്പോൾ വ്യർത്ഥമായ നിരൂപണങ്ങളും കലഹങ്ങളും തകർത്ത് കളയുവാനുള്ള ശത്രുവിൻ്റെ ആലോചനകളും അവയെ പരിഹസിച്ചു തള്ളുന്ന ഒരു ദൈവം തനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് ദാവീദ് പറയുന്നത്.
അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവ പൈതലിന് വിരോധമായുള്ള സകല ആലോചനകളെയും വ്യർത്ഥമാക്കി കളയുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ കൂടെ പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയോടെ ഷാജി അബ്രഹാം.